അപ്പോൾ ഇന്ന് നമ്മൾ മോളിൽ നിന്ന് ഈ ചങ്ങായെ വരച്ചു കൊടുക്കാൻ പോകുന്നതാണ്. ഇവൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് നോക്കാം. വെറുതെ ഒന്ന് കറങ്ങാൻ പോയതായിരുന്നു മോളിലേക്ക്. അപ്പോഴാണ് ഇവരെ കണ്ടപ്പോൾ ഒന്ന് വരച്ചു കൊടുക്കണമെന്ന് തോന്നിയത്. ചോക്ലേറ്റ് ഒഴുകി വന്ന ടവറോടൊപ്പമുള്ള നല്ലൊരു രസമുള്ള കാഴ്ചയായിരുന്നു. അതോടൊപ്പം കൂടിയാണ് വരച്ചത്. Excuse me, sir. I draw you. ചങ്ങായി ആദ്യം കാണുമ്പോൾ ഒന്ന് നെട്ടിപ്പോയി. അതായത് ആരെ വെച്ചെന്ന് ചോദിച്ചു. അതായത് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെ കൊണ്ടാണോ അറിയില്ല. വീഡിയോ എടുക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ചങ്ങായി ചിത്രം കാണിച്ച് ഒരു പോസ് ഇട്ടു. അതിനുശേഷം ചങ്ങായിൻ്റെ സുഹൃത്തിന് കാണിച്ചു. പിന്നെ ഒരു ചിരിയുടെ ആഘോഷമായിരുന്നു. കൂടെയുള്ള സുഹൃത്ത് ഒന്ന് തമാശയൊക്കെ പറയുന്നുണ്ട്. അതായത് ഇവൻ എന്താ വരച്ച് എന്നെ വരക്കാതൊക്കെ ഒന്ന് പറഞ്ഞ്. അപ്പോൾ അവനൊന്ന് പൊട്ടിച്ചിരിച്ചു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ പ്രതികരണത്തെക്കുറിച്ച് അഭിപ്രായം കമൻറ്റിലൂടെ എന്തായാലും അറിയിക്കണം കേട്ടോ. തൻ്റെ മൊബൈൽ ഫോണിൽ പകർത്താൻ വേണ്ടി അവൻ്റെ കയ്യിൽ നിന്ന് ചിത്രം വാങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ചങ്ങായി. ഒരു പെർഫെക്റ്റ് ക്ലിക്കിന് വേണ്ടി ട്രൈ ചെയ്യുകയാണ്. അവൻ ചിത്രം അത്ഭുതത്തോടെ നിരീക്ഷണമായി നോക്കുന്നു. കൂടെയുള്ള സുഹൃത്ത് ഇതിൽ തൊപ്പി വെച്ചാൽ അടിപൊളിയായിരുന്നേനെ എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറയുന്നുണ്ട്. എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവന് ഡൗട്ടുണ്ട്, ഇത് എനിക്ക് ആണോ എന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എടുത്തു. പക്ഷേ അവന് മനസ്സിലാകുന്നില്ല, ഹിന്ദിക്കാരനാണ്. അപ്പോൾ ഞാൻ മലയാളമാണ്, എനിക്ക് ഹിന്ദിയിൽ അത്ര പറയാൻ ഐഡിയ. അവന് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കസ്റ്റമർ വന്നതുകൊണ്ട് അവൻ തിരിച്ചു തരികയാണ്. അത് വെയിറ്റ് ചെയ്യുന്നുണ്ട് കസ്റ്റമർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് തന്നെയാണ്. അവസാനം അവന് മനസ്സിലായി. അവൻ്റെ ചിരി കണ്ടില്ലേ, അതാണ് മനസ്സിലാക്കി കളഞ്ഞല്ല. അതായത് തുമ്മാര എന്ന് പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി. അവന് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പതുക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവൻ്റെ കൂട്ടുകാരൻ പെട്ടെന്ന് കയറി കൊടുത്തതാണ്. ഈ കലാപരിപാടി നടക്കുന്നത് മാംഗ്ലൂർ സിറ്റി സെൻറ്റർ മോളിലാണ്. അപ്പോൾ മനോഹരമായ ചോക്ലേറ്റ് ടവർ കണ്ടില്ലേ, അതായത് ഒഴുകി വീഴുന്ന ചോക്ലേറ്റ് ഒരുപാട് ഒഴുകി വീഴുന്നത് കാണുമ്പോൾ വളരെയധികം രസമാണ്. അതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കണമെന്നൊക്കെ തോന്നും, അത്രയ്ക്കും മനോഹരമാണ് കാണുമ്പോൾ. അപ്പോൾ അതിൽ ലോലിപോപ്പ് എന്താ പറയുക ടിപ്പ് ചെയ്താണ് കൊടുക്കുന്നത്. അതായത് ഏകദേശം 50 രൂപ വരെ ഉണ്ട്. ഞാൻ ചോദിച്ചു ചോക്ലേറ്റിലൂടെ എന്തെല്ലാം സ്പെഷ്യലാണ് നിങ്ങൾ ഇവിടെ നൽകുന്നത് എന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു, ആ ഫോട്ടോ കാണിച്ച് പറഞ്ഞു, അത് ആ ഫോട്ടോയിലുള്ളതെല്ലാമാണ് ഇവിടെ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് വിഭവങ്ങളുണ്ട്. പിന്നെന്താ പറയുക, 2 കസ്റ്റമറൊക്കെ വന്ന് നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. അതായത് ചോക്ലേറ്റ് വാങ്ങാൻ വന്ന 2 പെൺകുട്ടികൾ ചിത്രം കണ്ട് വളരെയധികം നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. അതായത് ഇവൻ ചിത്രം കാണിക്കുന്നുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല ഷോട്ട്. അപ്പോൾ എന്താ പറയുക, വളരെ നല്ലൊരു അപ്രിസിയേഷൻ ആയിരുന്നു എനിക്ക് കിട്ടിയത്. കുറേ വിശേഷങ്ങളുമായി ഒരുപാട് സംസാരിച്ചു. അതായത് എനിക്ക് ഹിന്ദി അത്ര അറിയില്ല എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അതായത് അതിനനുസരിച്ച് അവർ തന്നെ നേരെ പെരുമാറുന്നുണ്ട്. അത് മനസ്സിലാക്കി നന്നായി സംസാരിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരുപാട് ചോദിക്കുന്നുണ്ട്, അതായത് നിങ്ങൾ എങ്ങനെയാണ് ഇത് വരച്ചത്, അതായത് എവിടെ നിന്നാണ് ഒക്കെ വരച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ഞാൻ പറയുന്നുണ്ട്, അതായത് സീറ്റിൽ മോളിൽ തന്നെയാണ് വെച്ചത്. അതായത് നിങ്ങൾ മുമ്പിലല്ല, എവിടെ സീറ്റിലിരുന്ന് സൈഡ് സീറ്റിലിരുന്ന് കൊണ്ടുവച്ചതാണ്. ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചതാണ്. ആദ്യം നിങ്ങളുടെ വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തു, എന്നിട്ട് അതിനെ നോക്കിയാണ് വരച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എന്ത്? പിന്നെ ഞാൻ വീണ്ടും അവരുടെ ഭാഷയിൽ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ. അപ്പോൾ അവർ അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, നന്നായിട്ടുണ്ട്. അവർ ഇപ്പോഴും നോക്കിക്കൊണ്ട് തന്നെയുണ്ട് കേട്ടോ, ചിത്രം കയ്യിൽ പിടിച്ചിട്ട്. പിന്നീട് ഒരുപാട് ആശയങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവൻ. അതായത് ഇവിടെ ചിത്രം വരയ്ക്കുന്ന ഒരു സെൻറ്റർ തുടങ്ങിയാൽ ആളുകളെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ നല്ല ഒരു പണം സമ്പാദിക്കാൻ, നല്ല സക്സസ് ആവും ബിസിനസ്സൊക്കെ എന്ന് പറയുന്നുണ്ട്. എൻ്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. അതായത് ലൈവായിട്ട് ഇതുപോലെ വരച്ചു കൊടുത്താൽ, പെട്ടെന്ന് വരച്ചു കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ആളുകളെ. അതായത് നല്ലൊരു ആശയമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ചങ്ങായി. അതായത് എനിക്കും തോന്നിയിട്ടുണ്ട് നല്ലൊരു ആശയമാണ്, വ്യത്യാസമായിട്ടുള്ള ഒരു ആശയമാണ്. അതായത് ഈ മോളിൽ നിന്ന് എന്താ പറയുക ആളുകളെ ലൈവായി വരച്ചു കൊടുക്കുന്നത്. പെട്ടെന്ന് ഞാൻ മുമ്പിലെത്തിരി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ ഫോട്ടോ വാങ്ങി പെട്ടെന്ന് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ വരച്ചു കൊടുത്താൽ അവർക്കൊരു സന്തോഷമാകും, നല്ല ഒരു സംതൃപ്തി തോന്നും. പിന്നെ അതിലൂടെ നമുക്കും പണമുണ്ടാക്കാം എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. കാരണം ലോകം വളരുന്നത് വ്യത്യാസമായ ആശയങ്ങളിലൂടെയാണ്. നമ്മളും വ്യത്യാസമാകണ്ടേ.
പിന്നെ ഞാൻ ഇവനോട് ചോദിച്ചു, അതായത് ഇവിടെ ബിസിനസ്സൊക്കെ എങ്ങനെ തുടങ്ങാൻ പറ്റും എന്നൊക്കെ ചോദിച്ചു. ഒരുപാട് ചിലവുണ്ടോ, റെൻറ്റെല്ലാം എങ്ങനെയാണെന്ന് ഒക്കെ ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു, അത് അറിയില്ല, ഇത് ഇവരുടെ സ്വന്തമല്ല, അതായത് ഇവരുടെ മുതലാളിയുടെയാണ്, ഇവിടെ ജോലി ചെയ്യുന്നതാണ്. അതായത് ഇവർ പറഞ്ഞു മാനേജറിൻ്റെ ചോദിച്ചാൽ മതി, ഈ മോളിൻ്റെ മാനേജറുണ്ട്, അവരോട് ചോദിച്ചാൽ മതി, അവർ പറയുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതുപോലെ മനോഹരമായ പ്രതികരണത്തിൻ്റെ വീഡിയോ കാണാനായി ചാനൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇടാം, അത് ചെക്ക് ചെയ്താൽ മതി. പിന്നെ ഞാൻ അവരോട് മാനേജറിൻ്റെ നമ്പർ ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നു നമ്പറില്ല, സോറി, അവർക്ക് ഈ മോളിനെ കുറിച്ച് അത്ര എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, അവർ ജോലി ചെയ്യുന്നതാണ്. പിന്നീട് നിങ്ങളൊന്ന് താഴ്ന്ന് അന്വേഷിച്ച് നോക്കുക, ചിലപ്പോൾ ലഭിച്ചാലായി എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴും അവർ അത്ഭുതത്തോടെ ചിത്രം നോക്കിക്കൊണ്ടേയിരിക്കുന്നു. സുഹൃത്തും കണ്ടില്ല കൂടെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ എന്താ പറയുക, അവിടെ ചോക്ലേറ്റ് മനോഹരമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ അവരോട് പറഞ്ഞു ഞാനൊരു യൂട്യൂബറാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കി, എന്താ പറയുക, വീഡിയോ എടുക്കുന്നത് കണ്ട് മനസ്സിലാക്കി, ആ യൂട്യൂബറല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രശംസിക്കുന്നുണ്ട്. ഇതൊക്കെ ചെറുത്, ഇനി എന്തൊക്കെ സർപ്രൈസുകൾ ശോഭ കാണാതിരിക്കുന്നു. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇതുപോലെ മനോഹരമായ പുഞ്ചിരിയും വ്യത്യസ്തമായ പ്രതികരണവും മനുഷ്യരുടെ വിശേഷങ്ങളും കാണാനായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത മനോഹരമായ വീഡിയോക്കായി വീണ്ടും കാണാം. ബൈ.